വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. ഏവർക്കും മെം സീരീസിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മളിപ്പോൾ. ഇനി നമ്മൾ ഒരു മൂന്ന് പേരെ നമ്മൾ പഠിച്ചു. ഇനി 3 പേരെ കൂടി ഉണ്ട്. അതോടുകൂടി നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത 2 വ്യക്തികളിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തെ ആള് ONV കുറുപ്പാണ് കേട്ടോ. ONV കുറുപ്പ്. അപ്പോൾ ആരായിരുന്നു ONV കുറുപ്പ്? അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ് മലയാളത്തിലെ. അപ്പോൾ മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ONV കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കാൾ നമുക്കറിയുന്നത് എന്താണ്? ഗാനങ്ങളാണല്ലേ, സിനിമാ ഗാനങ്ങളാണ് നമുക്ക് അറിയാനത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ, പിന്നെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന. അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ONV കുറുപ്പിന്റെ പാട്ടുകൾ കേൾക്കാത്ത മലയാളി ഉണ്ടാവണമെന്ന് ഇല്ല, സംശയമാണല്ലേ. ഗാനവിരോധികൾ പോലും ഒന്നുമില്ലെങ്കിൽ ചായക്കടയിലോ ബസ്സിലോ അല്ലെങ്കിൽ FM-ലോ ഒക്കെ അറിയാതെയെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടു പോകും. അത്രമാത്രം പ്രശസ്തമാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ, അത്രമാത്രം പ്രിയങ്കരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിലേക്ക് പോവാം. ONV കുറുപ്പ് ആരായിരുന്നു? മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു അദ്ദേഹം. എന്നാണ് ജനിച്ചത്? 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. അദ്ദേഹത്തിനെ നമ്മൾ ONV കുറുപ്പ് എന്നാണ് നമുക്ക് അറിയുന്നത് അല്ലേ. പൊതുവേ നമ്മൾ അങ്ങനെയാണ് കേട്ട് പരിചയിച്ചിട്ടുള്ളത്. പുസ്തകത്തിന്റെ പുറം ചട്ടയിലാണെങ്കിലും പിന്നെ സിനിമയുടെ ടൈറ്റിൽ കാർഡിലാണെങ്കിലും ഗാനങ്ങൾ ONV കുറുപ്പ് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുസ്തകം എടുത്താലും പുസ്തകത്തിന്റെ പുറത്ത് ONV കുറുപ്പ് എന്നാണ് കാണുക. ചിലപ്പോൾ ONV കുറുപ്പ് ഉണ്ടാവാറില്ല, ONV എന്നേ ഉണ്ടാവാറുള്ളൂ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ നാമം ഇങ്ങനെ ജനിച്ചപ്പോൾ ആരെങ്കിലും കുട്ടികൾക്ക് ONV കുറുപ്പ് എന്ന പേരിടുവോ? ഇല്ല. അദ്ദേഹത്തിന് ഒരു പേരുണ്ടാവുമല്ലേ, അതിനെ ചുരുക്കിയാവണം ONV കുറുപ്പ് എന്നിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. നമുക്ക് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്, അതിന്റെ ചുരുക്കമാണ് എന്ത്? ONV കുറുപ്പ് എന്നുള്ളത്. ഇനി അദ്ദേഹം ഏതൊക്കെ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ, കോളേജ് അധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ, കോളേജ് അധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇനി അതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 4 പോയിന്റ് പഠിക്കുമ്പോൾ 5ാമത്തെ പോയിന്റ് ആയിരിക്കും PSC ചോദിക്കുക. അപ്പോൾ അങ്ങനെ PSC ചോദിക്കാൻ സാധ്യതയുള്ള 5ാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. കുട്ടികളുടെ ദ്വൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം. എന്തായിരുന്നു? കുട്ടികളുടെ ദ്വൈവാരികയായ തത്തമ്മ. നല്ല പേരല്ലേ, തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഇനി സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ഇദ്ദേഹത്തിന് 2007 ജ്ഞാനപീഠം ലഭിക്കുകയുണ്ടായി. ഒന്നുകൂടി സ്ലൈഡ് നോക്കൂ. ONV കുറുപ്പ് അദ്ദേഹം ആരായിരുന്നു? മലയാളത്തിലെ പ്രശസ്ത കവി, ഗാനരചയിതാവ് ഒക്കെ ആയിരുന്നു അദ്ദേഹം. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, പിന്നെ കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ, കോളേജ് അധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോരാതെ കുട്ടികളുടെ ദ്വൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരും കൂടിയായിരുന്നു അദ്ദേഹം. സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത എഴുതപ്പെടുന്നത് 15ാം വയസ്സിലാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് കവിത എഴുതിയത് എത്രാമത്തെ വയസ്സിലാണ്? 15ാമത്തെ വയസ്സിലാണ്. ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് പൊരുതുന്ന സൗന്ദര്യം എന്നുള്ളതാണ് കേട്ടോ. ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ്? പൊരുതുന്ന സൗന്ദര്യം. അപ്പോൾ അദ്ദേഹം 15ാം വയസ്സിൽ ഒരു കവിത എഴുതി എന്ന് പറഞ്ഞു. ആദ്യ കവിത, അതിന്റെ പേര് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. മുന്നേറ്റം എന്നായിരുന്നു കേട്ടോ കവിതയുടെ പേര്, മുന്നേറ്റം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ കവിത അത് 15ാം വയസ്സിൽ എഴുതപ്പെട്ടു. കവിതയുടെ പേര് മുന്നേറ്റം. ആദ്യ കവിതാ സമാഹാരം ഏതായിരുന്നു?
പൊരുതുന്ന സൗന്ദര്യം എന്നുള്ളതായിരുന്നു ആദ്യ കവിതാ സമാഹാരത്തിന്റെ പേര്. ആ വർഷം കൂടി ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. 1949. 1949 അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു സമാഹാരം പുറത്തിറക്കുന്നത്. ഇനി ONV എന്ന പേരിൽ അദ്ദേഹം നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ടൈറ്റിൽസ് വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പുറം ചട്ടയിലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള പേര് ഏതാണ്? ONV കുറുപ്പ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ONV എന്ന പേരിൽ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങിയത്, ആ ടൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ എന്ന സിനിമയ്ക്ക് ഗാനങ്ങൾ എഴുതിയതിന് ശേഷമാണ്. ഏതാണ്? ഗുരുവായൂരപ്പൻ എന്ന പേരിൽ ഗാനങ്ങൾ എഴുതി തുടങ്ങിയതിന് ഗുരുവായൂരപ്പൻ എന്ന സിനിമയ്ക്ക് ഗാനങ്ങൾ എഴുതിയതിന് ശേഷമാണ്. അപ്പൊ അതിനു മുൻപ് അദ്ദേഹം ഏത് പേരിലായിരുന്നു എഴുതിയിരുന്നെന്ന് അറിയണ്ടേ? അപ്പൊ അദ്ദേഹത്തിനൊരു തൂലികാ നാമം ഉണ്ടായിരുന്നു, ബാലമുരളി. കേട്ടോ, ബാലമുരളി. അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ ഗാനങ്ങൾ എഴുതിയിരുന്നത് ആര് എന്ന്. അപ്പൊ ആരാണ്? ONV കുറുപ്പാണ്. അത് അദ്ദേഹത്തിന്റെ എന്താണ്? തൂലികാ നാമമാണ് കേട്ടോ, പെൻ നെയിം ആണ്. ശരി, ഒന്നുകൂടെ നോക്കൂ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത എഴുതപ്പെടുന്നത് 15-ാം വയസ്സിലാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചോളൂ. ഓരോ സ്ലൈഡിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അപ്പോഴങ്ങ് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, നോക്കിക്കോളൂ. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത എഴുതപ്പെടുന്നത് 15-ാം വയസ്സിലാണ്. കവിതയുടെ പേരെന്താണ്? മുന്നേറ്റം. ഇനി ആദ്യത്തെ കവിതാ സമാഹാരം 1949 എഴുതപ്പെട്ടു അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിന്റെ പേരെന്തായിരുന്നു? പൊരുതുന്ന സൗന്ദര്യം. ഇനി ONV എന്ന പേരിൽ അദ്ദേഹം ഗാനങ്ങൾ എഴുതാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ടൈറ്റിൽ കാർഡിൽ ആ പേര് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഗുരുവായൂരപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയതിനു ശേഷമാണ്. അതിനു മുൻപ് വരെ അദ്ദേഹം ഒരു തൂലികാ നാമം ഉപയോഗിച്ചിരുന്നു. എന്തായിരുന്നു അത്? ബാലമുരളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാ നാമം. ശരി, അടുത്തതിലേക്ക് പോവാം. നോക്കിക്കോളൂ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ തന്നിരിക്കുക. ദാഹിക്കുന്ന പാനപാത്രം, പൊരുതുന്ന സൗന്ദര്യം, അത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ സമാഹാരമാണ്, അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. മയിൽപീലി, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഞാൻ അഗ്നി, സമരത്തിന്റെ സന്തതികൾ, അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം. ഭൂമിക്കൊരു ചരമഗീതം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതിലെ വരികളൊക്കെ നമുക്ക് ഇപ്പോൾ മലയാള സാഹിത്യം പഠിക്കാത്തവരോ അല്ലെങ്കിൽ മലയാളം മീഡിയം പഠിക്കാത്തവരോ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വളരെ പരിചിതമായിട്ടുള്ള വരികളാണ് ഭൂമിക്കൊരു ചരമഗീതത്തിലേത്. ഇനിയും മരിക്കാത്ത ഭൂമി ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഭൂമിക്കൊരു ചരമഗീതം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഫാക്റ്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, മൈക്കൽ ആഞ്ചലോ മാപ്പ്. മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന പേരിലുള്ള കവിത എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ONV ആണ്. എന്തുകൊണ്ട് ഞാൻ ഈ പോയിന്റ് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റിനകത്ത് ഈ കവിത പഠിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. SCERT 10ന്റെ ടെക്സ്റ്റിനകത്ത് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന ONVയുടെ കവിത ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ. SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത എഴുതിയത് ആരാണ്? ONV ആണ്. അത് SCERT 10ാം ക്ലാസ് ടെക്സ്റ്റിനകത്ത് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്നുകൂടി നോക്കൂ. ദാഹിക്കുന്ന പാനപാത്രം, പൊരുതുന്ന സൗന്ദര്യം, മയിൽപീലി, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഞാൻ അഗ്നി, സമരത്തിന്റെ സന്തതികൾ, അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം. ഇനി നമ്മൾ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞു. മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത എഴുതിയത് ആരാണ്? ONV കുറുപ്പാണ് എഴുതിയത്. അത് SCERT 10ാം ക്ലാസ് ടെക്സ്റ്റിനകത്തുള്ളത് കൊണ്ട് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന് പറയുന്ന ശില്പം ആക്രമിക്കപ്പെട്ടപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെടുത്തി അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ ONV എഴുതിയ ഒരു കൃതിയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ്. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. ഒന്നുകൂടെ പറയാം. മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന് പറയുന്ന ശില്പം ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൽ വേദനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി, അടുത്തതിലേക്ക് പോകാം. നോക്കൂ, അടുത്തത് മൃഗയ. ഇനി പ്രധാനപ്പെട്ട കൃതികളാണ്, നോക്കിക്കോളൂ. മൃഗയ, ഉപ്പ്, അപരാഹ്നം, ശാർങ്ങക പക്ഷികൾ, ഉജ്ജയിനി, 4 മണി പൂക്കൾ, തോന്നിയാക്ഷരങ്ങൾ, അർദ്ധവിരാമങ്ങൾ, സൂര്യന്റെ മരണം. എന്താണ്? മൃഗയ,
ഉപ്പ്, അപരാഹ്നം, ശാർങ്ങക പക്ഷികൾ, ഉജ്ജയിനി, നാലുമണി പൂക്കൾ, തോന്നിയാക്ഷരങ്ങൾ, അർദ്ധവിരാമങ്ങൾ, സൂര്യന്റെ മരണം. ഇതിൽ ഉപ്പ് എന്ന് പറയുന്ന കൃതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് PSCയുടെ ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഉപ്പ് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഓർത്തിരിക്കുക. അടുത്ത അദ്ദേഹത്തിന്റെ ഗദ്യകൃതികൾ. അദ്ദേഹം ഗദ്യകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഒരു ONV കുറുപ്പ് പൊതുവെ ഒരു കവി എന്നുള്ള നിലയ്ക്കാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ സിനിമാ ഗാന രചയിതാവ് എന്നാണ് നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്പുറം അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്ന് നമുക്കറിയാം, വാഗ്മിയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ അദ്ദേഹം ഗദ്യകൃതികളും എഴുതിയിട്ടുണ്ട്. ഗദ്യകൃതികൾ അദ്ദേഹം പഠനങ്ങളുടെ രൂപത്തിലാണ് കൂടുതൽ കൃതികളും എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഗദ്യകൃതികൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഇങ്ങനെയുള്ള ഹെഡിങ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൈറ്റിൽസ് ഈ കവിതയിലെ പ്രതിസന്ധികൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ONV കുറുപ്പ് എന്നുള്ള ഓപ്ഷൻ കണ്ടാലും നമ്മൾ എഴുതില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സിലുള്ളത് ONV കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? കവിയാണ്. കവിയൊക്കെ എന്ത് ഗദ്യം എഴുതാനെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയാലോ. നമ്മൾ അങ്ങനെ കറക്കി കുത്തുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ള പാട്ട് വളരെ സിമ്പിളായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണല്ലേ. ആ പാട്ട് കേൾക്കുന്നവരാരെങ്കിലും കരുതുപോടെ അത് ഉള്ളൂർ എഴുതിയതാണെന്ന്? ഇല്ല അല്ലേ. ഒരു പ്രായം വരേക്കും അത് ഉള്ളൂരാണെന്ന് നമുക്ക് അറിയില്ല. ഉള്ളൂരാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്? ഒരു ഞെട്ടലാണ്. ഇത്ര സംസ്കൃത ജടിലമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യൻ എഴുതിയതാണോ ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ എന്ന് നമുക്ക് തോന്നും. അതുപോലെ ഈ ഹെഡിങ്സ്, ഈ ടൈറ്റിൽസ് കാണുമ്പോൾ നമുക്ക് ONV കുറുപ്പ് കവിയല്ലേ എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഗദ്യകൃതികൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം. നോക്കിക്കോളൂ. കവിതയിലെ പ്രതിസന്ധികൾ, കവിതയിലെ സമാന്തര രേഖകൾ, എഴുത്തച്ഛൻ അടുത്ത കൃതിയാണ് കേട്ടോ. എഴുത്തച്ഛൻ, പാഥേയം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗദ്യകൃതികളാണ്. ഈ കവിതയിലെ സമാന്തര രേഖകൾ എന്ന് പറയുന്ന കൃതി ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി എന്നിവരെ കുറിച്ചുള്ളതാണ് കേട്ടോ. ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി. എങ്ങാനും ഇനി ചോദിച്ചാലോ ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി എന്നിവരെ കുറിച്ച് അദ്ദേഹം എഴുതിയ ONV കുറുപ്പ് എഴുതിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ കവിതയിലെ സമാന്തര രേഖകളാണ്. പിന്നെ എഴുത്തച്ഛൻ, പാഥേയം. അടുത്തതിലേക്ക് പോവാം. നോക്കൂ. ഇനി ONVയുടെ ശ്രദ്ധേയമായിട്ടുള്ള ചില സിനിമാ ഗാനങ്ങളാണ്. നോക്കിക്കോളൂ. ഇത് എന്തുകൊണ്ടാണ് ഈ പാട്ടുകൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവയ്ക്കൊക്കെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ഒക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് എടുത്തു വെച്ചിരിക്കുക. അപ്പോൾ കവിതകൾക്ക് സമാനമായിട്ടുള്ള കുറച്ച് ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അല്ലേ. ഒരു കവിത വായിക്കുന്ന അതേ ഒരു വികാരത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ഫീലോടു കൂടി നമുക്ക് വായിക്കാൻ കഴിയുന്നവയാണ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിയുന്നവയാണ് അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടുകളെല്ലാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സിനിമാ പാട്ടുകൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ സിനിമ ചോദിക്കുന്നുണ്ട്, സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പേര് ചോദിക്കുന്നുണ്ട്. അധ്യാപക പരീക്ഷകൾക്ക് പോലും സിനിമയ്ക്ക് അകത്ത് നിന്നുള്ള രംഗങ്ങൾ തന്നിട്ട് ഏത് സിനിമയ്ക്ക് അകത്ത് നിന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. വളരെ അടുത്ത കാലത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൂട്ടുകാരിയായ മായയെ കാത്ത് ആതിര നിൽക്കുന്ന രംഗം ഏത് സിനിമയിലേതാണ് എന്ന്, അല്ലെങ്കിൽ ആതിര സ്കൂട്ടി ഓടിച്ചു വരുന്നു, മായ കാത്തു നിൽക്കുന്നു, ഏത് സിനിമയിലെ രംഗമാണ് അതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് അകത്ത് നിന്നുള്ള ഒരു രംഗമായിരുന്നു ആ തന്നത്, ഓപ്ഷനും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് നടന്ന ഒരു HSST പരീക്ഷയ്ക്ക് ചോദിച്ചത് ഭാഷ എന്ന് പറയുന്ന തമിഴ് സിനിമ ആരാണ് സംവിധാനം ചെയ്തതെന്നാണ്. അപ്പോൾ നമ്മൾ ചലച്ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ആരംഭവും ചരിത്രത്തിലെ നാൾവഴികളും മാത്രം പഠിച്ചു പോയാൽ പോരാ, നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ. പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ചലച്ചിത്ര ഗാനങ്ങളും വരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ONVയുടെ ശ്രദ്ധേയങ്ങളായ ചില ചലച്ചിത്ര ഗാനങ്ങളാണ്. ഒന്നാമത്തേത് ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. ഏത് സിനിമയിലെയാണെന്നറിയാമോ? ഇത് വൈശാലി എന്ന് പറയുന്ന സിനിമയിലാണ് കേട്ടോ. വൈശാലിയിലേതാണ്. ഈ ഗാനത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള, അതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന് അല്ലേ. പിന്നെ ONV കുറിപ്പിന് കൊറിയോഗ്രാഫർക്കുള്ളത് കൊടുക്കാൻ പറ്റൂ. മികച്ച ഗാനരചയിതാവിനുള്ള എന്താ കിട്ടിയത്? ദേശീയ പുരസ്കാരം കിട്ടി കേട്ടോ. ദേശീയ പുരസ്കാരം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്നുള്ള വൈശാലിയിലെ ഗാനത്തിന് അദ്ദേഹത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതേ ചിത്രത്തിലെ, വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദ്രനീലിമയോലും എന്ന് പറയുന്ന ഗാനത്തിനും എന്ത് കിട്ടി? ദേശീയ പുരസ്കാരം ലഭിച്ചു. ഏതൊക്കെ ഗാനങ്ങളാണ്?
വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്ദ്രനീലിമയോലും ഈ മിഴി പൊയ്കകളിൽ എന്ന് പറയുന്ന 2 പാട്ടുകൾക്കും അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടി. അടുത്ത് നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. ആരെയും ഭാവഗായകനാക്കും എന്നുള്ള പാട്ട്, അത് ഏതിലാന്ന് അറിയാമോ? നഖക്ഷതങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ്. നഖക്ഷതങ്ങൾ. പിന്നെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന് പറയുന്ന, അത് ഏതിലതാണ്? ആരണ്യകം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നിന്നുള്ള ഒരു പാട്ടാണ്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയിലാണ് PhD ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് ആവേശം വരും, ക്ഷമിക്കുക. അപ്പോൾ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്നുള്ളത് ഏതിലതാണ്? ആരണ്യകത്തിലേതാണ്. ഇനി ഒരു തലം മാത്രം വിടർന്നൊരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതും അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ സാഗരങ്ങളെ കേട്ടില്ലേ? സാഗരങ്ങളെ പാടി പാടി ഉറക്കുകയോ ഉണർത്തുവോ എന്തോ ചെയ്തു, ഞാനൊക്കെ പാടിയ ഉണരുമായിരിക്കും, പിന്നെ വേറെ കൊള്ളാവുന്നുള്ള ആരെങ്കിലും പാടിയ സാഗരം എന്ത് ചെയ്യും? ഉറങ്ങുമായിരിക്കും. അപ്പൊ എന്തായാലും സാഗരങ്ങളെ പാടി ഉറക്കുകയോ ഉണർത്തുകയോ. പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടോ അത്, പഞ്ചാഗ്നി. ഇത് ഏതിലെയാന്ന് ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക, പിന്നീട് ഞാൻ ആഡ് ചെയ്തോളാം കേട്ടോ. ശരി, നോക്കിക്കോളൂ. ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് പാട്ടുകൾ, ഈ സ്ലൈഡിലുള്ള പാട്ടുകൾ നോക്കൂ. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്ദ്രനീലിമയോലും ഈ മിഴി പൊയ്കകളിൽ, 2 മേൽ ചിത്രത്തിലേതാണ്? വൈശാലി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഇതിനെന്ത് കിട്ടി? ദേശീയ പുരസ്കാരം കിട്ടുകയുണ്ടായി. മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം കിട്ടി. അടുത്ത ആരെയും ഭാവഗായകനാക്കും നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ ആരണ്യകം എന്ന സിനിമയിലെ പാട്ടാണ്. പിന്നെ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, അത്. പിന്നെ സാഗരങ്ങളെ പാടി പാടി ഉണർത്തി ഉറക്കി, നമുക്കറിയാലോ എന്താണെങ്കിലും. അതെവിടെ നിന്നാണ്? പഞ്ചാഗ്നി എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ്. അടുത്ത നോക്കൂ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന് പറയുന്ന ഗാനം. പിന്നെ കേവലമർത്യ ഭാഷ കേൾക്കാത്ത, ഏതാണ്? നഖക്ഷതങ്ങൾ തന്നെയാണ്. ഇത് 2 നഖക്ഷതങ്ങളാണ് കേട്ടോ. എന്താ നഖക്ഷതങ്ങളുടെ പ്രത്യേകത? മോനിഷ എന്ന നടിക്ക് എന്താണ് ചെറിയ പ്രായത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി നടിയാണ് ആര്? മോനിഷ. അപ്പോൾ മോനിഷയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? നഖക്ഷതങ്ങളാണ് കേട്ടോ. അതും നഖക്ഷതങ്ങൾക്കകത്ത് തന്നെയുള്ള പാട്ടാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്നുള്ളത്. ഇനി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഗാനം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗാനമാണ്. പിന്നെ വാതിൽ പഴുതിലൂടെ എൻ മുന്നിൽ എന്ന് പറയുന്ന ഗാനം വളരെ പ്രശസ്തമാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ പാടാൻ അറിയുന്നവരും അറിയാത്തവരും പിന്നെ ഒച്ചവെക്കുന്നവരും എല്ലാവരും കഴുത കരയുന്ന പോലെ കരയുന്നവരും ഒക്കെ പാടി സ്വന്തമായിട്ട് പാടി രസിക്കാറുള്ള ഒരു പാട്ടാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന. പിന്നെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരും കൂട്ടിന് പോയിട്ടുള്ളവരും തിണ്ണ കണ്ടിട്ടുള്ളവരും പിന്നെ സ്കൂളിൽ ചേർന്നതിന് ശേഷം അവസാനം പരീക്ഷ കഴിഞ്ഞ് TC മേടിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോയിട്ടുള്ളതായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും അവസാനം വരുമ്പോൾ ഫെയർവെൽ ഡേക്ക് സ്റ്റാറ്റസ് ഇടുന്ന ഒരു പാട്ടാണ് എന്ത്? ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന. നിങ്ങൾ പലരും അങ്ങനെ ചെയ്തിട്ടില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു പാട്ടാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, അല്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമാണ്. ശരി, ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് കേട്ടോ. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ഇതിങ്ങനെ ഒരു തികഞ്ഞ ആത്മകഥയായിരുന്നോ എന്ന് ചോദിച്ചാൽ ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിലുള്ളതാണ് കേട്ടോ. ഇത് ഓർമ്മക്കുറിപ്പുകളുടെ രൂപത്തിൽ. സാധാരണ ഒരു ആത്മകഥയുടെ ഒരു പാറ്റേൺ അല്ല ഇതിനുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞു പോയ കുറച്ച് ഓർമ്മകളെ കളക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ശരി, അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ബഹുമതികളും പുരസ്കാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ജ്ഞാനപീഠമാണ്. ജ്ഞാനപീഠം കിട്ടിയ വർഷം ഏതാന്ന് പറഞ്ഞു? 2007. ജ്ഞാനപീഠം കിട്ടിയ വർഷം ഏതായിരുന്നു? 2007. ഇനി അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ് കിട്ടിയത്? 1998 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി കേട്ടോ. ഇനി പത്മവിഭൂഷൺ എപ്പോഴാണ് കിട്ടിയത്? 2011 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയത്. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ വർഷം 1971. എന്തിനാണ് കിട്ടിയത്? അഗ്നിശലഭങ്ങൾ എന്ന്
പറയുന്ന ഗ്രന്ഥത്തിനാണ് കിട്ടിയത് കേട്ടോ, എന്ന കൃതിക്കാണ് കിട്ടിയത്. അഗ്നിശലഭങ്ങൾ 1971. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് വർഷം? 1975. ഏത് കൃതിക്കാണ്? അക്ഷരം എന്ന കൃതിക്കാണ് കിട്ടിയത്. അക്ഷരം. ഒന്നുകൂടി നോക്കാം ഈ സ്ലൈഡ്. ജ്ഞാനപീഠം കിട്ടിയ വർഷം 2007. പത്മശ്രീ കിട്ടിയത് 1998. പത്മവിഭൂഷൺ കിട്ടിയത് 2011. കേരളം സാഹിത്യം അല്ല കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എപ്പോഴാണ് കിട്ടിയത്? 1971. ഏത് കൃതിക്കാണ് കിട്ടിയത്? അഗ്നിശലഭങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ വർഷം 1975. കൃതി ഏതായിരുന്നു? അക്ഷരം എന്നുള്ളതായിരുന്നു കൃതി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണെന്ന് നോക്കൂ. 2007 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. വയലാർ രാമവർമ്മ പുരസ്കാരം ലഭിച്ചത് 1982. കൃതിയുടെ പേരുകൂടി അറിഞ്ഞിരിക്കുക, ഉപ്പ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഉപ്പ് റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഉപ്പ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആശാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. കിട്ടിയത് ഏതിനാണെന്നറിയാം. ശാർങ്ങക പക്ഷികൾ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയിരിക്കുക. ഇനി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് മൃഗയ എന്ന കൃതിക്കാണ്, മൃഗയയ്ക്കാണ് കേട്ടോ. ഇനി കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് 2015 അദ്ദേഹത്തിന് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ഇനി അദ്ദേഹത്തിന് ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം 1989 ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നു സിനിമ എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഏതായിരുന്നു? വൈശാലി ആയിരുന്നു ആ ചിത്രം. പിന്നെ 14 തവണ കേരള സർക്കാരിന്റെ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നഖക്ഷതങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ നഖക്ഷതങ്ങൾ വന്നിട്ടില്ല, അതോടെ നിങ്ങൾ ആഡ് ചെയ്തോണേ. നോക്കിക്കോളൂ. നഖക്ഷതങ്ങൾ, ആദാമിന്റെ വാരിയല്, സ്വപ്നാടനം, കാമ്പോജി, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഓക്കെ, നോക്കിക്കോളൂ. 14 തവണ അദ്ദേഹത്തിന് കേരള സർക്കാരിന്റെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതൊക്കെ ചിത്രങ്ങളാന്ന് നോക്കൂ. നഖക്ഷതങ്ങൾ, ആദാമിന്റെ വാരിയല്, സ്വപ്നാടൻ. എന്തുകൊണ്ട് ആദാമിന്റെ വാരിയൽ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളങ്ങ് സമ്മതിച്ചു. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയത്? KG ജോർജ് അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത്. അപ്പോൾ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഈ ആദാമിന്റെ വാരിയലും സ്വപ്നാടനവും ഒക്കെ. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തുവായി വരച്ചത്? ഭംഗിയില്ല കാണാൻ. ഭംഗിയിൽ വരച്ചു തരാം കേട്ടോ. ഇങ്ങനെ വരച്ച കൊള്ളാം. അപ്പോൾ ഒരു കണക്ഷൻ ആയില്ലേ. നോക്കിക്കേ. ആദാമിന്റെ വാരിയല്, സ്വപ്നാടനം, കാമ്പോജി, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അവാർഡ് കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. കാമ്പോജിക്ക് എന്താ പ്രത്യേകത നിങ്ങൾ ആലോചിക്കും. കാമ്പോജി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒത്തിരി ട്രോളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇനി അതാണോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കരുതും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്നറിയാവോ? ഇത് ONV കുറുപ്പിന് മരണാനന്തരമാണ് ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മരണാനന്തരമാണ് അദ്ദേഹത്തിന് കാമ്പോജി എന്നുള്ള ചിത്രത്തിന്റെ ഗാനരചനയ്ക്ക് അവാർഡ് കിട്ടിയത്. അതുകൊണ്ടാണ് കാമ്പോജി ഇമ്പോർട്ടൻ്റ് ആകുന്നത്. പിന്നെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്. നെറ്റിയിലാണോ പൂവ്? ചെവിയിലായിരിക്കൂ. സാധാരണ ചെവിയിലാണല്ലോ വയ്ക്കാറ്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി. കറക്റ്റാ. അപ്പോൾ ആ പക്ഷിക്ക് കിട്ടിയ അവാർഡാണ് ഏത്? മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന സിനിമയിലുള്ള പാട്ടാണ്. അതിനാണ് അവാർഡ് കിട്ടിയത്. ശരി, ഇനി അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹം അന്തരിച്ചു. ഒന്നുകൂടി ഈ സ്ലൈഡ് നോക്കിക്കേ. കുറച്ച് കോംപ്ലക്സ് അല്ലേ, ഒന്നുകൂടെ നോക്കിക്കളയാം.
അപ്പോൾ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ, മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ 1989. ചിത്രം ഏതായിരുന്നു? വൈശാലി. ഗാനങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു? ഇന്ദ്രനീലിമയോലും പിന്നെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന് പറയുന്ന 2 ഗാനങ്ങൾക്ക്. 14 തവണ കേരള സർക്കാരിന്റെ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് നഖക്ഷതങ്ങൾ. നഖക്ഷതങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. മോനിഷ എന്ന നടിക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് നഖക്ഷതങ്ങൾ. ആദാമിന്റെ ഭാര്യയല്ല, സ്വപ്നാടനം എന്നിവയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? അത് KG ജോർജിന്റെ സിനിമകളാണ് അത് രണ്ടും. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിക്കുകയുണ്ടായ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ കാമ്പോജിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ചിത്രത്തിന് അവാർഡ് ലഭിക്കുന്നത്. പിന്നെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറയുന്ന ചിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 2016 ഫെബ്രുവരി 13 അദ്ദേഹം എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു. ഓക്കെ, അപ്പോൾ ONV കുറിപ്പുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ ഫാക്റ്റുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ONV കുറിപ്പ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിനി പുറത്തുനിന്ന് ഒന്നും അന്വേഷിക്കാൻ പോകണ്ട. ഇത് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് പരീക്ഷയ്ക്കുള്ളതെല്ലാം ഇതിനകത്ത് തന്നെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ്. ഇത് വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓർമ്മയിൽ ഉറപ്പിച്ചു വെക്കുക. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു വ്യക്തിയുമായിട്ട്, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ അടുത്ത വ്യക്തിത്വവുമായിട്ട് അടുത്ത മെം സീരീസിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.